ഇന്ന് ഞാനുള്ളത് ജുബൈലിലെ കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലാണ് കേട്ടോ. എൻ്റെ ഈ തൊട്ട് പുറകിൽ കാണുന്നത് ജുബൈൽ കൊമേഴ്സ്യൽ പോർട്ടാണ്. അതായത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോർട്ടാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ജുബൈൽ കിങ് അബ്ദുൽ അസീസ് റോഡിൻ്റെ എൻഡിലാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പോൾ മെയിൻ ഗേറ്റിലാണ് ഞാനുള്ളത് കേട്ടോ. ഇതിന് ഏതാണ്ട് 3 ഗേറ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത 2, 3 ആ ഗേറ്റുകളിലേക്ക് പോവാം. പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നില്ല. എന്നാലും സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ജുബൈൽ പോർട്ടിലെ വിശേഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എൻഡിൽ തന്നെ ഇൻഡസ്ട്രിയൽ പോർട്ടും ഉണ്ട് കേട്ടോ. അതിൻ്റെയും കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എൻ്റെ പിന്നാമ്പുറം കാണുന്നത് അത്ര ക്ലിയർ ആയിരിക്കില്ല, എന്നാലും ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ജുബൈൽ കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കി ഇതങ്ങോട്ട് പോർട്ടാണ്. പോർട്ടിൻ്റെ ഗേറ്റ് നമ്പർ 2, 3 ഇങ്ങനെ വരും. അതിൻ്റെ അപ്പുറത്ത് ഇൻഡസ്ട്രിയൽ പോർട്ട്. അപ്പോൾ നമുക്കിന്ന് പോർട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതേ നോക്കിയാൽ ഇവിടെ അപ്പുറത്ത് തന്നെ ഫിഷിംഗ് ഹാർബറും ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഗേറ്റ് നമ്പർ 1 തുടങ്ങുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫിഷിംഗ് ഹാർബറും അല്ലെങ്കിൽ ഫിഷിംഗ് പോർട്ടും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ജുബൈലിൽ കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ തൊട്ട് മുന്നിലുള്ള റൗണ്ട് അബൌട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. റൗണ്ട് അബൌട്ട് കണ്ടെയ്നർ കൊണ്ടുള്ള ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടെയ്നർ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല രസമുണ്ട് കണ്ടെയ്നർ കൊണ്ടുള്ള ഈ രൂപം. ജുബൈൽ സിറ്റി അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ റോഡ്, അതായത് കിങ് അബ്ദുൽ അസീസ് റോഡ് അവസാനിക്കുന്ന സ്ഥലം, അതായത് എൻഡാണ് കേട്ടോ. അവിടെയാണ് ഈ റൗണ്ട് അബൌട്ട്, കണ്ടെയ്നർ കൊണ്ടുള്ള ഒരു റൗണ്ട് അബൌട്ട്. അതായത് കണ്ടെയ്നർ കൊണ്ടുള്ള റൗണ്ട് അബൌട്ട് ഉണ്ടാക്കാൻ കാരണം ഇത് ഇവിടെ പോർട്ട് ആയതുകൊണ്ടാണ് കണ്ടെയ്നർ കൊണ്ടുള്ള റൗണ്ട് അബൌട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഫിഷിംഗ് ഹാർബറിൻ്റെ മെയിൻ ഗേറ്റ്. പക്ഷേ ഇവിടെ അകത്തേക്ക് കയറ്റി വിടില്ല കേട്ടോ. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ID വേണം. ID ഇല്ലാതെ നമുക്ക് ഫിഷിംഗ് ഹാർബറിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് മാത്രമേ അകത്തേക്ക് പോകാൻ അലൗഡ് ഉള്ളൂ കേട്ടോ. അതേ കണ്ടല്ലേ, ആൾക്കാരിങ്ങനെ ഫുഡൊക്കെ വാങ്ങി അകത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നവരും ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നവരും മാത്രമേ അകത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് അകത്തേക്ക് പോകാനുള്ള അനുമതിയില്ല. സോറി ഗായ്സ്, അവിടുത്തെ വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഫിഷിംഗ് ഹാർബറിൻ്റെ. പക്ഷേ അത് വിശാലമായിട്ട് അടിപൊളിയായിരിക്കുമായിരുന്നു, അത് കാണിക്കാൻ പറ്റില്ല. ഇതാണ് ഒരു എൻഡ് കേട്ടോ, ഈ ഹാർബറിൻ്റെ ഒരു എൻഡ്, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ ഒരു എൻഡാണിത്. പോർട്ടിൻ്റെ അകം കേട്ടോ. ഇവിടെ കാണുന്നതാണ് ക്രെയിൻസ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ക്രെയിനുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെയാണ് കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കുന്നത്. ഇതിങ്ങനെ അങ്ങ് അറ്റം വരെ പോർട്ടാണ് കേട്ടോ. മൊത്തം കണ്ട കണ്ടെയ്നർ ഇറക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. പക്ഷേ അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇത് മൊത്തം ഫെൻസിങ് ചെയ്തിരിക്കുകയാണ്. അത് കാരണം അകത്തേക്ക് പോയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് മൊത്തം കണ്ടെയ്നർ ദേഹണ്ട ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യം പോലെ കണ്ടെയ്നർ. അവിടെ ട്രെയിലേഴ്സ് വന്ന് ലോഡിങ്ങും ചെയ്യുന്നുണ്ട്. ആ ദൂരെ കാണുന്നത് കടലാണ് കേട്ടോ. ആകെ കുറച്ചൊരു 250 മീറ്ററേ ഈ പോർട്ട് ഉള്ളൂ എന്ന് തോന്നുന്നു സ്ഥലം. ബാക്കി മൊത്തം കടലാണ്. ഇതേ ട്രെയിലേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി പാറയാണ് ഈ ഭാഗത്തൊക്കെ ഇതേണ്ടാവും. ഇതൊക്കെ പാറയാണ് ഇവിടെ. അതിനകത്ത് കാണുന്ന പോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പം നിങ്ങളിങ്ങനെ കാണുന്നതാണ്. ജുബൈൽ കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ ഓഫീസും അതിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെ മൊത്തം ഓഫീസാണ്. അതുപോലെ വലിയ വെയർ ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ ആ കാണുന്നത് വെയർ ഹൗസാണ്, വലിയ വെയർ ഹൗസാണ്. ഇത് ഓഫീസാണ്. ഇതേ കണ്ടില്ലേ, ഇത് ജുബൈൽ കൊമേഴ്സ്യൽ പോർട്ട് സൗദി പോർട്ട്സ് അതോറിറ്റി. ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഓഫീസാണ്. ഈ കാണുന്ന എല്ലാം ഓഫീസുകളാണ്. ഇനി ഇതിൻ്റെ അപ്പുറം കടലാണ്. അവിടെയാണ് ക്രെയിനും അതും ഇതുമൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി കാണാൻ വേണ്ടി അടുത്ത ഗേറ്റിലേക്ക് പോകാം കേട്ടോ. പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്, അതായത്
ഹെവി വെഹിക്കിൾസും വർക്കേഴ്സും ഒക്കെ എൻട്രി ഇവിടെയാണ് കേട്ടോ. ഈ കാണുന്നതാണ്, നിങ്ങൾ നോക്കി ഇങ്ങനെ കാണത്തേക്ക്. അപ്പുറത്ത് നമ്മൾ നേരത്തെ പോയ മെയിൻ ഗേറ്റിൽ ഓഫീസേഴ്സ് അങ്ങനെയുള്ളവർക്ക് എൻട്രി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് ട്രെയിലറും അതും ഇതും എല്ലാ വെഹിക്കിൾസും ഇവിടെ വഴിയാണ് എൻട്രി ചെയ്യുന്നത്. ഇത് ആ കാണുന്നതാണ് ഗേറ്റ്. പിന്നെ അതുപോലെ തന്നെ ദേ നടക്കുന്നില്ല ക്രെയിനുകൾ ആവശ്യം പോലെ കാണാം കേട്ടോ. വലിയ വലിയ ക്രെയിനുകൾ. ഈ എൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കാണുന്നതൊക്കെ കടലുമാണ്. പിന്നെ വെഹിക്കിൾസ് അതിനകത്തേക്ക് എൻട്രി ചെയ്യണ്ടോ. വണ്ടികൾ അങ്ങനെ കണ്ടെയ്നർ കൊണ്ടും അതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള സാധനങ്ങൾ കൊണ്ട് വെഹിക്കിൾസ് ആവശ്യം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് കൊമേഴ്സ്യൽ പോർട്ട്. അപ്പോൾ നിങ്ങൾ ഇനി കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ വേറൊരു സൈഡും കൂടി ഞാൻ കാണിച്ചു തരാം. അത് കടലിൻ്റെ കോർണറിൽ നിന്ന് അകത്തേക്കുള്ള സീന് കാണിക്കാൻ കേട്ടോ. അവിടെ നിന്ന് ഷിപ്പുകളും കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കൊമേഴ്സ്യൽ പോർട്ട് കേട്ടോ. ഈ കാണുന്നത് ഇങ്ങനെ കൊമേഴ്സ്യൽ പോർട്ടാണ്. ഇന്ന് ഇവിടെ ഒരു കപ്പലും ഇല്ല കേട്ടോ. ഒരൊറ്റ കപ്പലും കണ്ടെയ്നർ ഇറക്കാനായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഒന്ന് കടൽ കാലിയായി കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, കടൽ അടിപൊളി. നോക്കിയേ, ശാന്ത സമുദ്രം. ഒരു രക്ഷയില്ല, അനക്കമില്ല കടലിന് കേട്ടോ. നല്ല ബ്ലൂയിഷ് കളറ്. ദേ അങ്ങ് ദൂരെ കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ പോർട്ട്. വേണ്ടോ, ഈ കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ പോർട്ട്. കൈ അനങ്ങുന്നുണ്ട്, അത് കാരണം കുറച്ച് ക്യാമറ പ്രശ്നമാണ്. എന്നിരുന്നാലും കാണിക്കാതെ ഇതാണ് ഇൻഡസ്ട്രിയൽ പോർട്ട്. നല്ല ഉച്ച വെയിലാണ്, സൂര്യൻ ഇങ്ങനെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ ഈ കാണുന്നത് കൊമേഴ്സ്യൽ പോർട്ടാണ് കേട്ടോ. കൊമേഴ്സ്യൽ പോർട്ടിലെ കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്ന ക്രെയിനുകളാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണുന്നത് കേട്ടോ. നിറച്ച് വണ്ടികളും കിടപ്പുണ്ട്. ക്രെയിനും അതുപോലെ കണ്ടെയ്നേഴ്സും ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങും ഇന്ന് എന്തായാലും ഒരു കപ്പൽ പോലും വന്നിട്ടില്ല. റെയിൽവേ ട്രാക്ക് അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. റെയിൽവേ ട്രാക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. വേണ്ട, ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. ഇതിലേക്ക് നിന്ന് റിയാദിലേക്കൊക്കെ ട്രെയിൻ വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ഇതിന് വേണ്ടിയിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ജുബൈലിലെ 2 പോർട്ടുകളുടെയും വിശേഷം. ഇത് തൊട്ടടുത്തടുത്ത് തന്നെയാണ് പോർട്ടുകൾ. ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കടലിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ 1-2 കിലോമീറ്റർ മാത്രമേ ഗ്യാപ്പുള്ളൂ. അത്ര തൊട്ടടുത്താണ്. നോക്കിയേ, ഈ പോർട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഈന്തപ്പനകൾ കാച്ചു കിടക്കണം. നോക്കിയേ, ആവശ്യം പോലെയാണ്. ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ സമയമാണല്ലോ, അത് കാരണം ഈത്തപ്പഴം ആവശ്യം പോലെ ഉണ്ട്. ഇവിടെയുള്ള എല്ലാ ട്രീകളിലും ഈത്തപ്പഴം ആവശ്യം പോലെ കൊലച്ച് കിടക്കുക. അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. നല്ല രസമുണ്ട് കേട്ടോ. ഈത്തപ്പഴം നോക്കിയാൽ ആർക്കും വേണ്ട, അതിങ്ങനെ കിടക്കുക. അതായത് ഇവിടെ ഇങ്ങനെ വീണ് നശിച്ചു പോകാനാണ് സാധ്യത. ആരും എടുക്കുന്നുമില്ല. പ്ലാസ്റ്റിക് സ്റ്റോറേജ് ചെയ്തിരിക്കണം. നോക്കിയാൽ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് സ്റ്റോറേജ് ചെയ്തിരിക്കുക. ഇത് അകത്തുള്ള പ്ലാന്റുകളിൽ നിന്നും ഫാക്ടറീസിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഇങ്ങനെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ആവശ്യം പോലെ ഉണ്ടോ. നോക്കിയാൽ ഇത് മൊത്തം ഷിപ്പിൽ കയറ്റി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിടാനുള്ള സാധനമാണ്, റോ മെറ്റീരിയൽസാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ അരിമണികൾ പോലെയുള്ള പീസസാണ് ഈ കാർട്ടൂണിനകത്ത് ഇങ്ങനെ അട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കീസിനകത്ത് തന്നെയാണ് അട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് എന്തോരം വെയിറ്റാണെന്നറിയോ. ഇതിങ്ങനെ കണ്ടെയ്നേഴ്സിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി ഷിപ്പിൽ ആക്കി വിടുകയാണ് പതിവ്. ഇത് ആ കാണുന്നതിന് ഇൻഡസ്ട്രിയൽ സിറ്റി, അവിടെ നിന്ന് ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഈ പ്ലാസ്റ്റിക് സൂക്ഷിക്കാനുള്ള യാർഡാണ്. ഇത് നമ്മുടെ ഇപ്പോൾ നാട്ടിലും വിഴിഞ്ഞം പോർട്ടൊക്കെ കമ്മീഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ ആൾക്കാർ സ്ഥലം വാങ്ങി അല്ലെങ്കിൽ കമ്പനികൾ സ്ഥലം വാങ്ങി യാർഡുകളുണ്ടാക്കി ഇതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കും. എന്നല്ല, സീപോർട്ടിനടുത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഷട്ടിൽ പോലെ വാഹനങ്ങളിൽ കയറ്റി ഷിപ്പിലേക്ക് ലോഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വ്യക്തികളോ അല്ലെങ്കിൽ കമ്പനികളോ ഒക്കെ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അതുപോലെ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.